കുറച്ച് മുമ്പ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് അവിടം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ തീർന്നില്ലായിരുന്നു. ഈ സൺഡേ വരുന്ന സ്ഥിതിക്ക് സൺഡേയിൽ എന്തായാലും ഞാനൊരു മോളിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ആക്ച്വലി ഒരു പൂക്കളം മത്സരത്തിന് പേര് കൊടുക്കണം എന്നൊക്കെ വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ സ്വീറ്റ് സർപ്രൈസായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് സ്വീറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നെ കാത്തിരുന്ന പോലെ ഉണ്ടായിരുന്നു. അതും എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ നേരിട്ട് ഒരു കേരളത്തിൽ പോയൊരു ഫീൽ. അത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ് ബോറടിപ്പിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? പൂനെ പൊന്നോണം 2025 എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പിന്നെ മെഗാ ഓണം ഫെസ്റ്റിവൽ ആയിരുന്നു ഇത്തവണത്തെ ഔന്തിൽ വെച്ചിട്ടുള്ള നെക്സസ് വെസ്റ്റേൺ മോളിൽ നടത്തിയിരുന്നത്. അത് നടത്തിയിരുന്നത് വേറെ ആരുമല്ല, ജിതിൻ ജെ മാത്യു എന്ന് പറയുന്ന ട്രാവൽ സ്ഫിയറിൻ്റെ ഓണർ ആയിട്ടുള്ള ഒരു ഓൺടർപ്രണർ ആയിരുന്നു. പുള്ളിയുടെ ഒരു സോളോ ക്യാപ്ചർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, എനിക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് ഐ കുഡ് നോട്ട് മാനേജ് ഇറ്റ് ബിക്കോസ് ഹി വാസ് സോ ബിസി. ബിക്കോസ് പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഹാർഡ് വർക്കിങ്ങും ആയിട്ടുള്ള പിന്നെ പുള്ളിക്കാരൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് കാരണമാണ് ഈ ഒരു ഇവൻ്റ് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ രീതിയിൽ അത് എൻഡപ്പ് ആയത്. കാരണം ശരിക്കും പറഞ്ഞാൽ പൂനെയിൽ ആദ്യമായിട്ടാണ് ഒരു 3 ദിവസം കണ്ടിന്യൂസ്ലി നിലനിന്നിട്ട് ഉള്ള, പിന്നെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഓണപ്പാട്ട് മലയാളം പാട്ട് പ്ലേ ചെയ്തുകൊണ്ടുള്ള ഒരു മോളിൽ വെച്ച് ഇത് ഇങ്ങനെ നടക്കുന്നത് ആദ്യമായിട്ടാണ് പൂനെയിൽ. സോ അതുപോലെ തന്നെ പൂക്കളം മത്സരത്തിൽ ഇവിടെ പങ്കെടുക്കണം എന്ന് എനിക്ക് വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ആ പൂക്കളം മത്സരത്തിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ആ ബ്രേക്ക് ടൈമിൽ ഞാൻ ഓണസദ്യ കഴിക്കാൻ പോയി. പിന്നെ തിരിച്ച് 4 മണിക്ക് ശേഷം ഞാൻ വന്ന്. അപ്പോൾ മാവേലിയെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെണ്ടമേളം ഒക്കെ തുടങ്ങിയിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ചെണ്ടമേളം കാണുന്നത് തന്നെ. മാവേലിയായിട്ട് സ്ഥിരം നമ്മൾ കണ്ടു വന്നേക്കണേ എന്ന് വെച്ചാൽ ഒരു കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലായിരുന്നു ഇത്തവണ. എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ളതും പിന്നെ നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു ഹെൽത്തി ലുക്കിംഗ് ഒരു ആളായിരുന്നു. അത് പുള്ളിയുടെ പേരെന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ബട്ട് ഹി വാസ് സോ ഡൗൺ ടു എർത്ത് ദാറ്റ് ഐ കുഡ് മാനേജ് ടു ഗെറ്റ് എ ഫോട്ടോ വിത്ത് ഹിം. പുള്ളിയും അതെ, ഇവിടുത്തെ ചീഫ് ഗസ്റ്റും അതെ. അത് വേറെ ആരുമല്ല, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ മൂവി, നമ്മുടെ മോഹൻലാലിൻ്റെ ആക്ടർ ലാലേട്ടൻ്റെ ഒപ്പം നമ്മുടെ ഫഹദ് ഫാസിൽ ഫാനായിട്ട് അപ്പിയറായ ഒരു മഹാരാഷ്ട്രൻ ആക്ടർ ആനന്ദ് ഗുറദ് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ ആക്ടറായിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ്. സോ പുള്ളി അവിടെ ആ ഡയലോഗ് സഹിതം പറഞ്ഞു, ആ ലാലേട്ടനോട് പറഞ്ഞ ഡയലോഗ്. അപ്പോൾ എല്ലാവരും അത് ഭയങ്കര ഹാപ്പിയായി. പുള്ളിയുടെ ആ ഒരു ഇച്ചിരി സെക്കൻഡ് ക്യാമിയോ ആൾക്കാരുടെ ഹാർട്ട് വിൻ ചെയ്ത ഒരു മൊമെൻറ്റും കൂടെ ആയിരുന്നു. കാരണം ഇറ്റ് വാസ് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ ഓൾ ദ മലയാളീസ് ടു ഹാവ് എ മലയാളം ഫിലിം ഫാൻ, എസ്പെഷ്യലി ഫാഫ ഫാൻ. അതായിരുന്നു പുള്ളിയുടെ ഹൈലൈറ്റ്. ആ ഡയലോഗ് സഹിതം പുള്ളി ഇവിടെ റിപ്പീറ്റ് ചെയ്ത്. സോ ദാറ്റ് വാസ് റിയലി സംതിങ് വിച്ച് ഗേവ് us all a goosebump. സോ പുള്ളി അതേ ഭയങ്കര ഒരു കൈൻഡ് ആൻഡ് ജനറസ് പേഴ്സൺ ആയിരുന്നു. ദാറ്റ് ഐ കുഡ് മാനേജ് ടു ഗെറ്റ് എ ഫോട്ടോ വിത്ത് ഹിം. പുള്ളി തന്നെ അറേഞ്ച് ചെയ്ത് തന്ന്. ദാറ്റ് ഹി കെയിം ഫോർവേഡ് ആൻഡ് ഹി ഹെൽപ് മീ ക്ലോസ് ടു ഹിം ആൻഡ് ഫോട്ടോ എനിക്ക് എടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അത് അവർ ലീവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് എനിക്കത് ഫോട്ടോ കിട്ടിയത് തന്നെ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഗെയിംസ്, അതെ ആ ഗെയിംസൊക്കെ ഫുൾ ഓഫ് ഫണ്ണായിരുന്നു. നമ്മുടെ നാടൻ ഗെയിംസ് ഇങ്ങനെ നാരങ്ങ വെച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൾച്ചറൽ ഡാൻസസ് ഒക്കെ വന്ന് കുട്ടികളുടെ ആയാലും പിന്നെ സ്ത്രീകളുടെ ആയാലും ഒക്കെ നമ്മുടെ കേരളത്തിലെ കൾച്ചറൽ ഡാൻസസ് ഒക്കെ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്തു. അതെല്ലാതെ ശരിക്കും എൻജോയ് ചെയ്ത ഒരു മൊമെൻറ്റും കൂടെ ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതൊക്കെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. മൊത്തം ഞാൻ കേരളത്തിൽ പോയ ഒരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം സക്സസ്ഫുൾ ആക്കിയത് ആ ഒരു ടീം അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ആ ടീം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റിന് ആ നേതൃത്വം കൊടുത്ത ജിതിൻ സർ എന്ന് പറയുന്നത് ശരിക്കും പുള്ളിയെ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. പുള്ളിയുടെ ആ ഒരു ഹാർഡ് വർക്ക് കാരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മിക്ക മലയാളീസും ഓൾ ഓവർ പൂനെ, ഫ്രം അക്രോസ് പൂനെ അവർ വന്നു. കുറേ ദൂരത്തു നിന്നുള്ള ആൾക്കാർ വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ നിന്ന് എൻ്റെ ഫിസിക്കൽ ലിമിറ്റേഷൻസിൻ്റെ ബിയോണ്ട് വരെ. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറയില്ലേ, നമുക്ക് വേർ ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വിക്ടറി എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു സംഗതി നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വേദനകളൊക്കെ മറക്കും. അപ്പോൾ അത് എല്ലാം മറക്കാൻ സഹായിച്ചത് ഈ ഒരു ഈവൻറ്റിൻ്റെ പെർഫെക്റ്റ് പ്ലാനിങ്ങും പിന്നെ ഈ ഈവൻറ്റും വളരെ മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ്.
പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ശരിക്കും പറഞ്ഞാൽ ടഗ് ഓഫ് വാർ ആയിരുന്നു. ടഗ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ വടംവലി എന്ന് പറയും. അപ്പോൾ വടംവലി എന്ന് പറഞ്ഞാൽ മൊത്തം മെൻസ് ടീം മാത്രമല്ലായിരുന്നു, ഫീമെയിൽസ് വരെ പങ്കെടുത്ത ഒരു ഈവൻറ്റും കൂടെ ആയിരുന്നത്. അപ്പോൾ അത് വളരെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമും കൂടെ ആയിരുന്നു. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കഴിയാൻ നിന്നില്ല. ഞാൻ അപ്പം തന്നെ എന്ന് വെച്ചാൽ ഒരു 7:15 ആയപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഹാപ്പി ദാറ്റ് ഐ കുഡ് ക്യാപ്ചർ എ ലോഡ് ഓഫ് സ്വീറ്റ് മെമ്മറീസ് സോ ദാറ്റ് ഐ ക്യാൻ ചെറിഷ് ലൈഫ് ലോങ്. നെക്സ്റ്റ് ടൈം ഓൾസോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു പാർട്ടിസിപ്പേറ്റ്. എൻ്റെ അടുത്തുള്ള മോളിലോ അല്ലെങ്കിൽ അത്യാവശ്യം ദൂരമുള്ള മോളിലോ വരെ ആണെങ്കിൽ പോലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് പാർട്ടിസിപ്പേഷൻ ഇൻ എനി ഗെയിംസ് ലൈക്ക് പൂക്കളം മത്സരം. അതൊന്നും എനിക്ക്. അതുപോലെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയത്, അവിടെ കേരള ക്രാഫ്റ്റ് ഓർഗനൈസ് ചെയ്ത ഫെയറും കൂടെ ഉണ്ടായിരുന്നു. പൂക്കളം മത്സരം കൂടാണ്ട് തന്നെ അവിടെ ആ വഞ്ചിയുടെ ഫോമിൽ അവിടെ ഒരു സ്പേസ് തന്നിരുന്നത് നമുക്ക് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ കേരളയിൽ നിന്നുള്ള സെറ്റ് സാരി അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനത്തെയൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഗ്രേറ്റ് ഫൺ. അങ്ങനെ ഈ ഒരു ഈവൻറ്റിനെ ഏറ്റവും മെഗാ ഓണം സെലിബ്രേഷനാക്കി മാറ്റാൻ കാരണം വിത്ത് ദ സ്പോൺസർഷിപ്പ് ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പിന്നെ മുപ്ര കേരള ആയുർവേദ അലോങ് വിത്ത് കേരള ക്രാഫ്റ്റ്.